ട്രിവാൻഡ്രത്ത് എത്തിയപ്പോൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത പ്ലേസ് ആയിരുന്നു സൂ. പക്ഷേ അന്ന് അവിടെ മിസ് ചെയ്ത ഒന്നായിരുന്നു അവിടുത്തെ അക്വേറിയം. അപ്പോൾ ഇന്ന് 2 ടിക്കറ്റ് എടുത്തിട്ട് അക്വേറിയം ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ടിക്കറ്റിന് ആകെപ്പാട് 20 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. അതെന്തായാലും നമ്മൾ കണ്ടിറങ്ങുമ്പോഴേക്കും മുതലാവും. എന്നാൽ കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടമായിരുന്നു എന്നെന്നും തോന്നിപ്പോയി. ഞങ്ങൾ എത്തിയത് ഒരു ഈവനിങ് ടൈമിലാണ്, അതുകൊണ്ട് തിരക്ക് നല്ല കുറവായിരുന്നു. അപ്പോൾ ആ ഒരു സൈലൻസിൽ നിന്നിട്ട് അവരുടെ മൂവ്മെൻ്റൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു നല്ല റിലാക്സിങ് ഫീലായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില്ലുകൂട്ടിലടച്ചിട്ട് അവരുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഒരു സങ്കടവും തോന്നാതിരുന്നില്ല. ഈ ചൂണ്ടക്കുളത്ത് ചൂണ്ടി കുടുങ്ങിയ മാതിരത്തൊരു മീനെ കണ്ടോ? ഇതിൻ്റെ പേര് സിൽവർ അരോവന അല്ലെങ്കിൽ പ്ലാറ്റിനം അരോവന എന്നൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഗ്ലോ ഫിഷ്. ഈ കളർ കോട്ടില്ലേ, അതൊക്കെ വെള്ളത്തിലെറിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. നിറയെ കളർഫുൾ ആയിട്ടുള്ളൊരു സാധനം. അതിൻ്റെ മേലെ നിന്ന് കണ്ണെടുക്കാൻ തോന്നാണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ നിന്നു. പിന്നെ നമ്മുടെ ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു. അവരില്ലാത്തൊരു അക്വേറിയം ഇല്ലല്ലോ. ഇത് കണ്ടോ? ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവർ ഫൈറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അത് സോൾവ് ആക്കാൻ വന്ന മറ്റവന് കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇത് അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതിയാണോ അതോ മീറ്റിംഗ് രീതിയാണോ അതൊന്നും നമുക്ക് അറിയുന്നുണ്ടായില്ല. വെറുതെ ഇരിക്കുന്നവരെ പോയി ശല്യം ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോബിയാണല്ലോ. അതുകൊണ്ട് അറ്റൻഷൻ സീക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ ആങ്ങിയൊക്കെ കാണിക്കുന്നുണ്ടായി. പിന്നെ നമ്മുടെ തിലാപ്പിയ. ഇവർ നമ്മൾ വന്നപ്പോൾ തൊട്ട് എന്തൊക്കെയോ കഴിക്കുന്ന മാത്രമല്ല കുറേയൊക്കെ പുറത്ത് കളയുന്നുണ്ടായി. ഇതിനെ കണ്ടോ? വീട്ടിലച്ഛൻ ചൂണ്ടിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു കയ്യേരി എന്ന് പറഞ്ഞിട്ടുള്ള മീനുണ്ട്. സെയിം ഫേസ് കട്ടായിരുന്നു ഇവന്. ഇനിയിപ്പോൾ ഇത് തന്നെ ആയിരിക്കും അത്? ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ അലിഗേറ്റർ ചേട്ടൻ ഉണ്ടായി. ആളെ കണ്ടപ്പോൾ കിളി പോയി നിൽക്കുന്ന കണക്കുണ്ടായിരുന്നു. അതും ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നതാണോ എന്തോ. പിന്നെ നമ്മുടെ ഏഞ്ചൽ ഫിഷ് ആയിരുന്നു. എന്തൊരു രസമാണെന്നോ, കണ്ടങ്ങോട്ട് ഇരിക്കാൻ തോന്നുമായിരുന്നു. പേര് പോലെ തന്നെ ഒരു ഏഞ്ചലിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഈ നേച്ചറിൻ്റെ വണ്ടർ ഓഫ് നേച്ചർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാ. പ്രകൃതി അങ്ങോട്ട് സൗന്ദര്യം വാരിക്കോരി കൊടുത്തിരിക്കുക. എന്തായാലും 20 റുപ്പീസ് അത് വെർത്തായിരുന്നു. ആ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ ഞങ്ങളൊരു കിസ്സിങ് സീൻ എക്സ്പെക്ട് ചെയ്തിട്ട് കാത്തു നിൽക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വന്നു. ഹി വാസ് ഇൻ ലവ് വിത്ത് സമ്മൺ എൽസ് എന്നൊക്കെ. അങ്ങനെ അവരുടെ പ്രൈവസിയെ ഡിസ്റ്റർബ് ചെയ്തതും പോരാ, അവരുടെ ഓരോ പോസ്റ്റേഴ്സിനെ പറ്റിയിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിത് എന്തിൻ്റെ കേടാ? അല്ല, നമുക്കിതൊക്കെയല്ലേ ഒരു രസം. ഇനിയുള്ളതൊരു വെറൈറ്റി സാധനം. കണ്ടു കഴിഞ്ഞാൽ ഒരു തൂവൽ വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കുന്ന പോലെ തന്നെയുണ്ട്. അതിൻ്റെ പേര് ബ്ലാക്ക് ഗോസ്റ്റ് അല്ലെങ്കിൽ നൈഫ് ഫിഷ് അല്ലെങ്കിൽ കൂൾ ഫിഷ് എന്നൊക്കെയാണ്. ശരിക്കും നമ്മുടെ നൺ ഫിലിമില്ലേ, ഹോളിവുഡ് ഫിലിം, അതിലെ ഈ നൺ പോലെ തന്നെ ഉണ്ടായിരുന്നു. സെയിം കളർ കോമ്പിനേഷനും സെയിം മൂവ്മെൻറ്റും. ഇനി ഇതാണ് ഓസ്കാർ ഫിഷ്. ആ ഫെയ്ഡഡ് ബ്ലാക്കിൻ്റെ മേലെയുള്ള ഫ്ലൂറസൻ റെഡ് അതിനൊരു ഹൊറർ ഫീൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടാണ്ട് അതിൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൈ കിട്ടിയാൽ പിടിച്ച് തിന്നു എന്നുള്ള മാതിരിയായിരുന്നു. ഓസ്കാർ എന്ന പേരും വെച്ച് ഒരു അവാർഡ് പടം കാണുന്ന മാതിരി ഞങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു നിൽപ്പും പിന്നെ ആ ഒരു പുച്ഛം എക്സ്പ്രഷനും അത് ഞങ്ങൾക്ക് നല്ല ബോധിച്ചു. പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ വേറെ ഉണ്ടായിരുന്നു. ഒരു യെല്ലോ കളറിൽ ഓസ്കാർ ഫിഷും ഉണ്ടായി. വീട്ടിനകത്ത് നമ്മൾ അക്വേറിയം വെക്കുന്നത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് അതൊരു കാമായിട്ടുള്ള ആംബിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും ഈ കുഞ്ഞു മീനുകളുടെ ഫ്രീഡം ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് മനസ്സമാധാനം കണ്ടെത്തുന്നത് എത്രത്തോളം ജസ്റ്റിഫയബിൾ ആണ് എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിറ്റിയിൽ ഇങ്ങനെ ഒരു പ്ലേസ് ഉള്ളത് ഈ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഫാമിലി ആയിട്ടും കുഞ്ഞു പിള്ളേരായിട്ടും ഒക്കെ വരാം. അവിടെ കാര്യമായിട്ടുള്ള കഴിക്കൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം നമ്മൾ നല്ല പാവം പിടിച്ച മീനുകളെ കണ്ടുകൊണ്ടിരുന്നേ. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്യാരക്ടർ ഇച്ചിരി ഹൊററാക്കിയിട്ടുള്ള ചില മീനുകളൊക്കെ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഈൽ ഫിഷ്. മട്ടും പാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു പാമ്പ് പോലെ തന്നെയുണ്ട്. ഇതിന് നമ്മൾ പലയിടത്തും ടർക്കി മോർ മുറിയാന എന്നുള്ള പേരിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഈ മീൻ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫിലിമിലെ സാരി ഓർമ്മ വന്നത്. ഈ ഡിസ്കവറി ചാനലിലെ അണ്ടർ സീ സീനറി കാണിക്കുന്ന മാതിരി ഉണ്ടായിരുന്നു. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ഇതൊക്കെ കണ്ടിട്ട് ഇന്ന് രാത്രി എന്തൊക്കെ സ്വപ്നമാണോ കാണാൻ പോകുന്നത്. ഈൽ ഫിഷ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഷോക്ക് അടിക്കുന്ന ആ സീൻ ആദ്യം ഓർമ്മ വരിക. ഇതങ്ങനെ ഷോക്ക് അടിക്കുന്ന ടൈപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. അവർക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതി വെക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും സംഭവം മൊത്തത്തിൽ കളറായിട്ടുണ്ടായി. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഷാർക്കിൻ്റെ വേറൊരു കാറ്റഗറി. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഷാർക്കിനെ പോലെ തന്നെ തോന്നിയിട്ടുണ്ടായി. അങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് നിങ്ങൾ ഇതുവരെയും കണ്ടു തീർന്നില്ലേ മക്കളെ ഞാൻ ചോദിച്ചത്. സമയം അടയ്ക്കാറായിട്ടുണ്ടായി ഇത്രേ. പിന്നെ അങ്ങോട്ട് ഒരു ഓട്ടവും പാച്ചില്ലായിരുന്നു. വീഡിയോ എടുക്കുകയും വേണം, കണ്ട് ആസ്വദിക്കുകയും വേണം എന്നുള്ള നിലയ്ക്ക്. പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഒന്നായിരുന്നു ഈ ടൈഗർ ഫിഷ്. ആള് നിശ്ചലമായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ ഈ ഒരു മത്സ്യകന്യക അവിടെ ഉണ്ടായിരുന്നു. സംഭവം നല്ല ഭംഗിയുണ്ടായി അതിനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. പിന്നെ നമ്മുടെ പിരാനച്ചേട്ടന്മാർ വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൂൾ ആൻഡ് കാം ആണെങ്കിലും സ്വഭാവം ഇച്ചിരി പെശക. കണ്ട് ആസ്വദിച്ച് നിന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷമായപ്പോഴേക്കും ശരിക്കും ആസ്വദിക്കാനും പറ്റിയില്ല. ഒരു തത്രപ്പാടായിരുന്നു. എത്രയും പെട്ടെന്ന് ഇറങ്ങണമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുന്നതും കാത്ത് ഡോർ അടയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ആ ചേട്ടൻ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം വൈകിച്ചില്ല, വേഗം ഇറങ്ങി. അക്വേറിയത്തിൻ്റെ പുറത്തും ഒരു വാട്ടർഫാളും ഒരു മീനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായി. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അനന്തപുരി നാഷണൽ ലാൻഡ്സ് ഫെസ്റ്റിവൽ കനകക്കുന്നിൽ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുകൂടെ ഒന്ന് കയറി കാണാമല്ലോ എന്ന് വെച്ചിട്ട് അതും കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചാച്ചാ.